கொஞ்சம் தள்ளுங்க சார். എന്തൊക്കെ கொஞ்சம் தள்ளுங்க சார். ഭാസ്കരാ അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളി. എന്താണ് ഇത്? നിങ്ങളൊക്കെ വിചാരിച്ചപ്പോ മണവാളിന് നല്ല ഇടി കിട്ടുന്നു, മണവാളിനെ ഇടിച്ചു പരത്തി തൂറിപ്പിക്കുന്നൊക്കെ അല്ലേ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നല്ലേ തന്റെ മനസ്സിലിപ്പോ? ഈ ഗെയിം ജയിക്കാൻ പോകുന്നത് നമ്മളെ മണവാളിനാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊന്നുമില്ല കിട്ടാനൊരു ഫൈറ്ററെ കിട്ടാനില്ല. ഞാനിവിടെ നിൽക്കുന്നത് കണ്ടുകൂടാ തെണ്ടി. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെട്ടിട്ടാ കിണറ്റിന്ന് കിട്ടാൻ ഇതെന്താ തവളെ? തമിഴ്നാട്ടിലാവുമ്പോ അറിയുന്ന ആൾക്കാരുണ്ടാവില്ലല്ലോ. ഇവന് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, തീർന്നു കിട്ടിയല്ലോ. അങ്ങനത്തെ തറവിലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നിതാരാ? ഈ 2.5 ലക്ഷം കൊടുത്ത ആളും ഫേക്കാണ്, അതേപോലെ തന്നെ മണവാളിനും ഫേക്കാണ്. എല്ലാം സ്ക്രിപ്റ്റ് ആണ്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? കേരളത്തിലുള്ള ഒരാളെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിക്ക്, അതിനുണ്ട് ഒരു ആണത്വം. നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയണേ? ഇവരെല്ലാരും കൂടി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യും? മണവാളൻ ഇപ്പോൾ പുതുതായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരെയോ ഇറക്കിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ അൻപൻ നാട്ടിൽ നിന്ന് വന്നതാ. സപ്പോർട്ടിന് ഷാജഹാനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? അങ്ങനെ തിരക്കഥ കുറച്ചുകൂടെ ശക്തമായിട്ടുണ്ട്. അതിനകത്ത് ഷാജഹാന്റെ സൈനും ഉണ്ട്, സ്ക്രിപ്റ്റഡ് അല്ല, ഒറിജിനൽ ആണെന്ന്. സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, നല്ല MMA ഫൈറ്റേഴ്സിന് ഇത് കണ്ടിട്ട് ക്ഷമിക്കാൻ സാധിച്ചില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അതുകൊണ്ട് അവരിൽ പലരും ചലഞ്ചിന് വിളിച്ചു. അടി കൊണ്ടാ പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം. വെറുതെ അങ്ങ് ചലഞ്ചിന് വിളിക്കുകയല്ലായിരുന്നു. 3 തൊട്ട് 10 വരെയുള്ള ലക്ഷങ്ങൾ എണ്ണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അവസാനം എന്താക്കി? എനിക്ക് ഭയങ്കര പേടിയാ. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. ആദ്യത്തെ ആള് സെബിൻ കെ ഇബ്രാഹിം. ഇദ്ദേഹം വേൾഡ് റാങ്കില് GAMMA 8th റാങ്കിൽ നിൽക്കുന്ന ആളാണ്. അടുത്ത ആള് അർജുൻ. GAMMA 9th റാങ്കാണ്. മൊയ്തായ് ഫൈറ്റിംഗില് ഇന്ത്യയിലെ റാങ്ക് നമ്പർ 1. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഇനി അടുത്ത ആള് ആയുഷ് ദീപു. GAMMA വേൾഡില് റാങ്കില് 5th, 3 ടൈം നാഷണൽ ചാമ്പ്യൻ. മണവാളൻ ഇവരോടൊക്കെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളൊന്നും അത് സമ്മതിക്കുമെന്ന് തോന്നില്ല. സൂര്യ വേണ്ടടാ, നമ്മുടെ ലൈഫിന്റെ പ്രശ്നോടാ. നമ്മുടെ അല്ല എന്റെ. സൂര്യ പോകണ്ടടാ. മണവാളനും അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വഴി കണ്ടിട്ടില്ല. രാമേന്ദ്ര, നിനക്കിപ്പോ ഞങ്ങളെ കാണുമ്പോ ഉറക്കം വരുന്നുണ്ടല്ലേ? നിന്നെ പുറത്തു വെച്ച് കിട്ടും, അപ്പൊ ഞങ്ങൾ എടുത്തോളാം. എന്താണെങ്കിലും ഈ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും മണവാളൻ ഇറങ്ങാത്തത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരും. ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ അവസാനിപ്പിച്ചിട്ട് റിയൽ ഫൈറ്റർ ആവുക. കൈയടിക്കാനും ആൾക്കാരുണ്ടാവും. ഇന്ന് കൂവി വിളിക്കുന്നവർ കൈയടിക്കുമെന്ന് ഉറപ്പ്. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ? ഞാൻ പോകുന്നു. ബൈ ബൈ.